ബി സത്യൻ ശ്രീ സത്യൻ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ രാഹുൽ ഈശ്വർ പോലും അക്കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമുണ്ട് ഇതിൽ. പക്ഷേ ജനുവരി 22-ന് അയോധ്യയിൽ പോകണോ വേണ്ടയോ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്ത് തീരുമാനം എടുക്കണം? കോൺഗ്രസിനെ കൊണ്ട് ഇതല്ലേ പറ്റുകയുള്ളൂ. കോൺഗ്രസ് ഉടനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഇന്ന് തന്നെ അയോധ്യയിലെ ആ ഒരു വലിയ റോഡ് ഷോ കണ്ടല്ലോ, അവിടെ മോദി പ്രഭാവം അലയടിക്കുകയാണ്. അപ്പോൾ ജനുവരി 22-നും ഇത് ആവർത്തിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പോയി തല കാണിക്കുന്നതാണോ അതോ പോകാതിരിക്കുന്നതാണോ കോൺഗ്രസിന് നല്ലത് മറ്റു പാർട്ടികൾക്കും? മഞ്ജുഷിന് വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വഴിത്തിരിവായ ഒരു മുഹൂർത്തമാണ്. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയോധ്യ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി മാറുകയാണ്. അതായത് കഴിഞ്ഞ ശശി തരൂർ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ശശി തരൂർ എഴുതിയ ട്വീറ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം 2014 ഇലക്ഷനിൽ ഈ പറഞ്ഞതുപോലെ ഗുജറാത്ത് CEO വികസന പുരുഷൻ എന്ന നിലയ്ക്ക് മോദി വന്നു. 2019 പുൽവാമ അറ്റാക്കിനെ തുടർന്നിട്ട് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റിയിട്ട് അത് വിജയിച്ചു. ഇപ്പം ഈ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഇനിയും പണി തീരാത്ത, അതായത് 2 വർഷം കൂടി ഇതിന്റെ പണി ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ആ അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പിന്നെ അമ്പലത്തിന്റെ പണി തീർന്നിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതിയല്ലോ. 2 വർഷം കൂടെ കിടപ്പുണ്ട്. അപ്പൊ അതിപ്പോ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അയോധ്യക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു സ്ഥാനമാണ് ഇന്ത്യയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ 1990-ക്ക് ശേഷമുള്ളത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഉദയം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ വളർച്ചയും അതിന്റെ അധികാരം പിടിക്കലും എല്ലാം ഈ അയോധ്യയുമായിട്ട് വളരെ ഇഴപിരിയാനാവാത്തവണ്ണം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും മികച്ച അവരുടെ പോൾ സ്ട്രാറ്റജിസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകൾ നടപ്പിലാക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഈ അയോധ്യയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കണം? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിന് വളരെ ആദർശപരമായ ഒരു നിലപാടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിന് പറ്റുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനകത്ത് എടുക്കേണ്ടത്. അതായത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവര് ഹിന്ദു വിരുദ്ധരായി മുദ്രകുത്തപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. ഹിന്ദു വിരുദ്ധരായിട്ട് ഉത്തരേന്ത്യയിൽ മുദ്രകുത്തപ്പെട്ടിട്ട് കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റില്ല. അവര് അതേസമയം അവര് പങ്കെടുത്തു കഴിഞ്ഞാൽ അവരെ മുസ്ലിം വിരുദ്ധരാക്കാൻ ഇന്ത്യ മുന്നണിയിലെ തന്നെ കക്ഷികൾ ശ്രമിക്കുകയും ചെയ്തു. ഉദാഹരണമായിട്ട് കേരളത്തിലെ CPM അതിമാരകമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാതിരിക്കുകയോ BJP അധികാരത്തിൽ വരികയോ അധികാരത്തിൽ വരാതിരിക്കുകയോ ഒന്നുമല്ല. അവർക്ക് ബേസിക്കലി കേരളത്തിൽ നിന്ന് 4 സീറ്റ് അധികം കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ പങ്കെടുത്തു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധരാക്കും, അതും പാർട്ടികൾ ചെയ്യും. അത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്ഥിരമായിട്ട് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന CPM പോലെയുള്ള പാർട്ടികൾ, അവരല്ലേ അങ്ങനെ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാര്യം എടുക്കാം. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയിട്ടില്ല. അവർ സംയമനത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാത്ത രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതെ, കാരണം മുസ്ലിം ലീഗിന് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് കോൺഗ്രസ് തിരിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട്, BJP അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ അതുമൂലം അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വം കൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റുന്ന, BJP അവിടെ തീവ്ര ഹിന്ദുത്വം തന്നെയാണ് പയറ്റിയത്. പക്ഷെ മിനിമം മൃദു ഹിന്ദു അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ മുഴുവൻ അടിവേരും പിഴുതു പോയത് ഈ അടുത്ത കാലത്ത് മാരകമായിട്ട് കോൺഗ്രസിന് അവിടെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അത് ഇല്ലാതായി പോയത് തന്നെ അവർ സ്വീകരിക്കാൻ ശ്രമിച്ച ചില ലിബറൽ നിലപാടുകളുടെ കൂടി ഫലമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കോൺഗ്രസ് ഈ സംഭവത്തെ മുൻകൂട്ടി കണ്ടില്ലെന്നോ ഇതിനെ എങ്ങനെ നേരിടണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചില്ലെന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് BJP ആഘോഷിക്കാൻ നോക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് മേൽ ഹിന്ദു സമുദായം നേടിയ വിജയം എന്ന നിലയ്ക്ക് തന്നെയാണ്. അപ്പൊ ഈ ഹിന്ദു സമുദായത്തിന്റെ വിജയം എന്ന നിലയ്ക്ക് പ്രസന്റ് ചെയ്തിട്ട് അതുവഴി പരമാവധി ഹിന്ദു വോട്ടുകൾ സ്വാംശീകരിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനാണ് അവരുടെ ശ്രമം. ഇതിനകത്ത് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗാന്ധിജിയുടെ രാമനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ബദൽ. അതിനവർക്ക് കഴിഞ്ഞില്ല. കാരണം ഗാന്ധിജിയുടെ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സകല ജനങ്ങളുടെയും സമാധാനത്തിന്റെയും പ്രതിരൂപമായ രാമനാണ്. ആ രാമനെ കൊണ്ടിറക്കിയിട്ട് ഇത് മുസ്ലിമിന്റെ പേരിൽ ഹിന്ദു നേടിയ വിജയമല്ല, ഇത് ഹിന്ദു മുസ്ലിം തമ്മിലുള്ള മത്സരമല്ല, ഇത് ഒരു
രാമന്റെയും ഒരു റഹീമിന്റെയും ഒരുപോലുള്ള വിജയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസിന് നേരത്തെ കഴിയണമായിരുന്നു. കാരണം ഇത്രയും ശക്തമായ പോൾ അങ്ങനെ ഒരു ശ്രമമാണോ ഇപ്പോൾ ബീഹാറിൽ നടത്തുന്നത്? ഇപ്പോൾ നിതീഷ് കുമാർ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു, പക്ഷേ അതേ സമയത്ത് തന്നെ നിതീഷ് കുമാർ BJP-യുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഇതിനിടയിൽ മറ്റ് പൊളിറ്റിക്സുകളും കടന്നു വരുന്നുണ്ട്. അതെ, ഇതിനെ എല്ലാ മുന്നണികൾക്കും സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കുന്ന മമതാ ബാനർജി ബംഗാൾ വിട്ടുകളഞ്ഞിട്ട് ഇന്ത്യ മുന്നണി വിജയിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഇന്ത്യ മുന്നണി ഡൽഹിയിൽ അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും മമതയുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ബംഗാൾ രാഷ്ട്രീയം തന്നെയാണ്. DMK എടുത്തു നോക്കുക. DMKയിൽ ഈ പറഞ്ഞ പോലെ രാമജന്മഭൂമി അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ രാമക്ഷേത്രം പണിതാലും ഇല്ലെങ്കിലും DMKയുടെ വോട്ട് ബാങ്കുകളെ തമിഴ്നാട്ടിൽ സ്വാധീനിക്കില്ല. കേരളം എടുത്തു നോക്കുക. കേരളത്തിലെ രാമജന്മഭൂമി എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അത് മാത്രമല്ല, ഈ സംഭവത്തിൽ കോൺഗ്രസിന് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും CPM-ന് അതൊരു പ്രശ്നമല്ല. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ ഇല്ലെന്നുള്ള CPM-ന്റെ കേസേ അല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഇവിടുന്ന് പരമാവധി MP-മാരെ വിജയിപ്പിച്ചുകൊള്ളണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് സപ്പോർട്ട് സ്വീകരിക്കാനും അവർക്ക് അല്ലെങ്കിൽ ഇതുവഴി മുസ്ലിം സപ്പോർട്ട് സ്വീകരിക്കാൻ അവർക്ക് കഴിയുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുണ്ടല്ലോ, പോകേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ആദ്യം ദിഗ്വിജയ് സിംഗ് പറഞ്ഞപ്പോഴും കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ടാക്ടിക്കലായുള്ള സ്റ്റാൻഡ് കോൺഗ്രസ് എടുത്തു എന്ന് അപ്പോൾ തന്നെ മനസ്സിലായല്ലോ. പക്ഷെ പിന്നീട് വിവാദമായതോടുകൂടിയാണ് കാത്തിരിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞത്. നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡിൽ പ്രശ്നമുണ്ടോ അങ്ങനെ വരുമ്പോൾ? കാരണം ആ സമയമാകുമ്പോഴേക്കും നമ്മൾ അറിയിക്കാം, പാർട്ടി അറിയിക്കും, ഒരു തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ടോ? ഇപ്പൊ അവര് ടൈം ബൈ ചെയ്യുകയാണെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ അവരുടെ സ്ട്രാറ്റജി ഇല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അല്ലാതെ അവർ സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിട്ട് അത് സമയാസമയങ്ങളിൽ പുറത്തിറക്കാൻ നിൽക്കുകയല്ല, മറിച്ച് അവരുടെ ഒരു സ്ട്രാറ്റജി ഇല്ലാത്തത് മൂലം ഈ സംഭവം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൃത്യമായി യാതൊരു പിടിപാടുമില്ല എന്നാണ് മനസ്സിലാവുന്നത് നിലവിൽ. കാരണം ഓരോ സംസ്ഥാനങ്ങളിലും, കാരണം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് 2024 തെരഞ്ഞെടുപ്പില് ഈ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുത്താൽ അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് CPM കേരളത്തില് മുസ്ലിം വോട്ടുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പൊ അതുമൂലം 19 സീറ്റുകളുണ്ടായ കോൺഗ്രസിന്റെ ഒരു 10 സീറ്റോ അല്ല 5 സീറ്റോ അല്ല 8 സീറ്റെങ്കിലും CPM-ന് അതേ രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ CPM-ന് അതൊരു വലിയ നേട്ടമാണ്. അപ്പൊ അവർ ഇന്ത്യ മുന്നണിക്ക് ഇത് സംഭവിക്കുന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഇത് എങ്ങനെ രാഷ്ട്രീയമായിട്ട് അവരവരുടെ നിലനിൽപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ തലത്തിൽ നോക്കുമ്പോൾ ഇത് മുൻകൂട്ടി കാണാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പറ്റിയില്ല. അല്ലെങ്കിൽ 2024 ഇലക്ഷന് മുമ്പ് ഇതൊരു വലിയ ഗിമ്മിക്ക് വരും, അത് കഴിഞ്ഞ തവണ പുൽവാമയായിരുന്നെങ്കിൽ ഇത്തവണ രാമജന്മഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. ശരി, ശ്രീ മോഹൻ വർഗീസ്, അപ്പോൾ ഇന്ത്യ